ഹായ് കൂട്ടുകാരെ, എനിക്ക് സമയമില്ല ഈ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. ഇത് കഥയറിയാത്ത ജനങ്ങൾ എൻ്റെ വീഡിയോസ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും. ഓക്കെ, അപ്പോൾ വലിച്ചു നീട്ടിയിട്ട് ഒരു കാര്യമില്ല. പക്ഷേ വലിച്ചു നീട്ടാനുള്ള കഥകളാണ് ഈ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽക്കാരുടെ സ്വത്തിൻ്റെ ദാഹമാണ്, അല്ലെങ്കിൽ മക്കളോടുള്ള വേർതിരിവാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. മനസ്സിലായോ? ഇപ്പോൾ അതിന് പങ്കാളികളായ പേരൻസിൽ ഒരാളില്ല. ഇതെല്ലാം പഠിപ്പിച്ച് അമ്മയ്ക്ക് കൊടുത്ത ഒരാളില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു മകളെ എഞ്ചിനീയറിനെ കൊണ്ട് കെട്ടിച്ചിട്ട് ആ മകൾക്കുള്ളതെല്ലാം കൊടുത്തിട്ട് ആ മകളുടെ ഭർത്താവിന് ഇഷ്ടം പോലെ ഉണ്ട്. ഇവരൊക്കെ തന്നെയാണ് ഈ കൃത്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ലോകമെമ്പാടും ഞങ്ങളുടെ നാട്ടിൽ അറിയാവുന്ന കാര്യം തന്നെയാണ്. ആരും എൻ്റെ കൂടെ നിന്ന് ചർച്ച ചെയ്യാൻ വരില്ലെന്നേ ഉള്ളൂ. സത്യങ്ങൾ പുറത്തെടുക്കാമല്ലോ, അത് ദൈവവും പുറത്തെടുക്കും. ഈ പണമുള്ളവർക്കാണ് ഈ ആർത്തി കൂടുതൽ. ഞാൻ ആരെ ഒരു പങ്ക് സ്വീകരിക്കത്തില്ല. എന്തെങ്കിലും പണ്ട് അവരെന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ മോന്തയ്ക്ക് വലിച്ചെറിയാൻ എനിക്ക് പറ്റും. ഞാനത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി എന്നെയും കുഞ്ഞിനെ ഇങ്ങനെ കുരുതി കൊടുക്കുക എന്ന് പറയുന്നത് പാപം എന്നല്ല പറയേണ്ടത്, വേറെ എന്തെങ്കിലുമാണ് പറയേണ്ടത്. അപ്പോൾ ഈ അവസ്ഥയെ പഠിച്ചെടുത്തവരാണ് ഈ അയൽവാസികൾ. ഇപ്പോൾ അവർക്ക് എന്നെക്കൊണ്ട് ഗുണമില്ല, എനിക്ക് ജോലിയില്ല എന്നറിയാവുന്നതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ള പണമുള്ളവരെ പിടിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അവർ ഈ കളികൾ അത്രയും കളിക്കുന്നത്. അവരുടെ വീട്ടിലുള്ള ഈ അയൽവാസിയുടെ ജ്യേഷ്ഠൻ്റെ മകൾ ഇതെല്ലാം എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞത് ഇവിടെ കിടപ്പുണ്ട്. അവളുടെ പേര് ഞാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇനി കൊണ്ടുവരണം, എങ്കിലേ സത്യങ്ങൾ പുറത്ത് അറിയത്തുള്ളൂ ജനം. മനസ്സിലായ? ഈ പാപം ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടണമെന്ന് 10 മടങ്ങ് പറയുന്ന ഒരാളാണ് ഞാൻ അനുഭവിച്ച വേദന മറ്റാർക്കും മനസ്സിലാകത്തില്ല. എൻ്റെ കൊച്ചിനെ ട്രോമയിലൂടെ കൊണ്ടുപോയ ആൾക്കാരാണ് എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരുൾപ്പെടെ. അവർക്ക് മാനസിക രോഗികളാണ്. ഈ ഭർത്താവിൻ്റെ സഹോദരിയായ സിന്ധുലത JPHനായിട്ട് മലപ്പുറത്ത് വർക്ക് ചെയ്യുന്നു. അവൾ പ്രാന്തിയായിട്ട് ആ നാടും ഇവരുടെ വീടും എല്ലാവരും ആക്കി വെച്ചിരിക്കുന്ന ആണ്. എൻ്റെ കൊച്ചിനെ വർണ്ണവിവേചനം നടത്തി എൻ്റെ ഭർത്താവിൻ്റെ അതായത് ആ കിഴങ്ങൻ്റെ എന്ന് വേണം ഞാൻ പറയാൻ. ആ കിഴങ്ങൻ്റെ അതേ ചായലുള്ളൊരു കുട്ടിയെ ഇതുവരെ അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി കുഞ്ഞ് കൊള്ളത്തില്ല, അതാണിത്. അവൻ കരിന്തിരി പോലെ ഇരിക്കുന്നത്. ആ കരിന്തിരിക്ക് എന്നെ കൊടുത്തത് ഞാൻ വെളുത്ത രാപകൽ വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള കൾച്ചേഴ്സ് ആണെങ്കിലും. എന്തായാലും ഞാൻ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് അവനെ കെട്ടേണ്ടി വന്നതാണ്. ഞാൻ എടുക്കത്തില്ലായിരുന്നു എൻ്റെ മാരേജ്. ഇവന്മാർ ഈ ആദ്യത്തത് കാക്കോട്ടുമല കുളങ്ങര ഉള്ളതായിരുന്നു. നമ്മളെ കൊടുത്ത പണം മൊത്തം അടിച്ചു മാറ്റി അവൻ ഇന്നും എനിക്ക് തരുന്നില്ല. കോടതിയിൽ ബോധ്യപ്പെടുത്തുകയാണ് അതൊന്നും ഞങ്ങൾ അപ്പനൊന്നും കൊടുത്തില്ലെന്ന്. ആ കൊടുത്ത തെളിവുകൾ വരെ നശിപ്പിച്ച ഒരു വക്രത പിടിച്ച മനുഷ്യനായിരുന്നു അത്. അതിൽ മക്കളൊന്നുമില്ല, അവനാവാനും സാധ്യതയില്ല. അടുത്തത്, ഞാൻ എൻ്റെ വീട്ടുകാരെടുക്കുന്ന മാരേജ് എടുത്തത്. എൻ്റെ വീട്ടിൽ സത്യം അറിയാവുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അവരെ തിരിക്കാനും ആൾക്കാരുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ആരുടെ ഒരു ഓചാരത്തിലല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്കെൻ്റെ സത്യങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. അയൽക്കാർ ഈ കിടന്ന് കളിക്കുന്നത് എനിക്കറിയാത്ത കേസ്. അതിൽ മറ്റേ ഈ അയൽക്കാർ കൊടുത്ത കൈക്ക് കടിച്ച ഒരു അയൽവാസികളുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഞാനായിരുന്നു, എൻ്റെ വീട്ടുകാരെക്കാട്ടി കൂടുതൽ. പിന്നെയല്ലേ ഞാൻ അറിഞ്ഞത് പാമ്പിനാണ് പാൽ കൊടുത്തെന്ന് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഈ വിഷയങ്ങളൊന്നും ഇവരൊന്നും ഇടപെട്ടത് വളരെ പാപമായിപ്പോയി. അടുത്തത്, തൊട്ടിപ്പുറത്ത് കിടക്കുന്ന കാക്കോട്ടുമൂലക്കാരിയാണ് അവരുടെ പൊല വരുമ്പോൾ. ഈ കാക്കോട്ടുമൂലക്കാരനാണ് എനിക്ക് പൈസ തരാത്തത്. അവൻ്റെ കൂടെ ഒത്തു കളിച്ചിട്ട് അവനെ പൈസ തരാതാക്കുന്നത് ഈ അയൽവാസിയാണ്. അറിയോ? ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് കുണ്ടറ പടപ്പക്കര ഞാൻ കല്യാണം കഴിച്ചത്. ഇവനെന്ന് പറഞ്ഞാൽ ഈ 2 പുരുഷന്മാരും എൻ്റെ സ്വത്തും വസ്തുവും കണ്ടിട്ട് വന്നതാണ്. മനസ്സിലായി? പണം നോക്കി വരുന്നവർ പറന്നു പോകുമെന്ന് പറയും. ഇത് കറക്റ്റായിട്ട് നടന്നു. അവൻ്റെ വീട്ടിലുള്ള അമ്മ അവർക്ക് എന്തോ കിർക്ക് തലയ്ക്കകത്ത് ഉണ്ടായിരുന്നപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഇവൻ കഞ്ചാവ് വലിക്കുമെന്ന്. ഇവന്മാരുടെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം എൻ്റെ കൂടെ സ്ഥിരമേ നിന്നാൽ കണ്ടുപിടിക്കുമെന്നുള്ളതുകൊണ്ട് ഇവന്മാരാരും തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല. സമയങ്ങളിലൊന്നും വന്നു പോകുന്ന വിസിറ്റേഴ്സായിരുന്നു ഇവർ. ഈ രണ്ടാമത്തവനെ ഞാൻ എൻ്റെ കൂടെ തന്നെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് കേൾക്കത്തില്ലായിരുന്നു. ഇവൻ പയ്യാ പറഞ്ഞു. ഇവൻ ഒരു ഉഗ്രൻ നാർസിസ്റ്റാണ്. രണ്ടാമവരും അത് തന്നെയാണ്. മനസ്സിലായ? അടുത്തത്, എന്നെ മനഃപൂർവ്വം കുഴി കൊണ്ട് കാണിച്ച് വെച്ചിരിക്കണം എൻ്റെ വീട്ടുകാർ. അറിയാവോ? എന്നിട്ട് സെലക്ഷൻ പാളിച്ചവർക്ക് തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ട് എൻ്റെ മാരേജിൽ. കാരണം അവർക്ക് മൂത്ത മക്കൾ കിടക്കുകയല്ലേ. അവരുടെ ലൈഫ് സെറ്റിലായാൽ മതി. അവർക്ക് വേണ്ടി എന്തും പണം നോക്കി സ്നേഹിക്കുകയാണ് എന്നുള്ളത് അവരും മനസ്സിലാക്കുന്നില്ല. എന്തോ പല കാര്യങ്ങൾക്കുമാണ്. മനസ്സിലായ?
ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എൻ്റെ പേര് പട്ടിക്കിടേണ്ടി വരും. എൻ്റെ സത്യങ്ങളെല്ലാം എനിക്ക് ഇവിടെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇത് ഏത് പോലീസോ പട്ടാളമോ കേൾക്കേണ്ടതുണ്ട്, അറിയാമോ? അല്ലാതെ ഇതിങ്ങനെ വിട്ട് കളിച്ചാൽ പറ്റത്തില്ല. എനിക്ക് കഴിവുണ്ട്. നിനക്കൊക്കെ ഡിപ്പെൻഡിങ് മെൻറ്റാലിറ്റിയാണ്. എനിക്ക് ഡിപ്പെൻഡിങ് ഇല്ല. ഇപ്പം ഞാൻ പഠിച്ചെടുത്തു ഒറ്റയ്ക്ക് ജീവിച്ചാലേ കാര്യമുള്ളെന്ന് മനസ്സിലാക്കി. ഈ തറുതലവാസികൾ എൻ്റെ കൂടെ ഇരുന്നപ്പം കറകളാണ് എന്ന് കണ്ടിട്ട് ഞാനത് നുള്ളി എറിഞ്ഞു. ഞാൻ ഒരുപാട് ശ്രമിച്ചു. കാരണം എനിക്ക് വീട്ടുകാർ സ്നേഹിക്കാനില്ലാത്തതുകൊണ്ട് കെട്ടിയ പങ്കാളികളെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാനിരുന്ന ആളാണ്, സ്നേഹിച്ചിട്ടുമുണ്ട്. അവന്മാർ തെള്ളി നീക്കി കൊണ്ടുപോവുകയാണ്. കാരണം അവന്മാർ കാണുന്ന മൊത്തം ഇതുമാണ്, അവന്മാരുടെ വീട്ടിൽ നിന്ന് വക്രതയും വഞ്ചന. അതുകൊണ്ട് സിന്ധുലത എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ കെട്ടിയ ഭർത്താവിൻ്റെ പെങ്ങളാണ്. അവൾ കാവനാട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കിടന്നപ്പോൾ അവളുടെ വീട്ടിലെ ഒരു പട്ടിക്കുഞ്ഞ് പോലും കാണാൻ കയറിയില്ല. ഞാൻ എൻ്റെ കൊച്ച് ജനിച്ച സമയമായിട്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയല്ലേ എന്ന് പറഞ്ഞ് കാണാൻ കയറിയത്. ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പേര് പട്ടിക്കിടേണ്ടി വരും. അവൻ്റെ പെങ്ങൾക്ക് ഇതായതുകൊണ്ട് അത് മലപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിക്കുക. അവളുടെ ഭർത്താവും പറഞ്ഞു, ഭർത്താവ് ഒരു കുടുക്കിൽ വീണു പോയതാണ്. ശരി തന്നെയാണ്. ഭർത്താവ് എല്ലാ സത്യങ്ങളും അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനാണ് പറഞ്ഞത്. അയാൾ പിന്നെ ഭാര്യ പറയുന്ന വാക്കും കേൾക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരൊന്നും ഈ വിഷയത്തിൽ വരുത്തണ്ട. എനിക്ക് സ്വന്തமாக മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ ഇങ്ങേരെന്താ ഇത് എൻ്റെ കുടുംബത്തുള്ള ആരുമായിട്ടോ വർത്തമാനം പറഞ്ഞ് ഇങ്ങേരെ നാക്ക് ഇയാൾക്ക് ഇല്ല. അതെൻ്റെ വീട്ടിലുള്ള ഒരാൾക്ക് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അവസാനം കയ്യിൽ നിന്ന് പോകണമെന്ന് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ സ്വന്തക്കാരുടെ അടുത്തെല്ലാം ആണുങ്ങളുള്ള വീട്ടിൽ തേടി തപ്പിപ്പോയി, മനസ്സിലായോ? എന്നിട്ട് സംസാരിച്ചു തുടങ്ങി. എന്നിട്ട് എൻ്റെ കൊച്ചിനെ അംഗീകരിച്ചെന്നും കുഴപ്പമില്ലെന്നും ആക്കി. ഇവൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഓരോന്ന് കലക്കി തന്ന് കളയുകയാണ് ചെയ്തത്, അറിയാമോ? ആദ്യത്തെ കൊച്ചിനെ നോക്കുന്നില്ല. എന്നിട്ട് ഇവൻ അകത്ത് ഇങ്ങനെയുള്ള പ്രവണതക്കാരുടെ കൂലി എന്ന് പറയുന്നത് അകത്ത് ഇണകളോട് ആണ് കാണിക്കുന്നത്, അറിയാമോ? എന്നിട്ട് എൻ്റെ വീട്ടുകാർക്കും കാര്യങ്ങളൊക്കെ അറിയാം. അവർക്കെന്തോ ഞാൻ ബാധ്യതയല്ലേ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആവട്ടെ, അവരുടെ മകളാണെന്നുള്ള പരിഗണന പോലും. അതുകൊണ്ടാണ് DNA ടെസ്റ്റിന് ആവശ്യപ്പെടുന്നത്. കാരണം സ്വന്തം മക്കൾ ഒരു ചോരയെ പിറന്ന ആണെങ്കിൽ ഇത്രയും ആക്സിഡൻറ്റ് കേസിൽ പെടുമ്പോൾ അവർ സ്നേഹിക്കാനെങ്കിലും തയ്യാറാവും. അതൊന്നുമില്ല, മരിക്കട്ടെ എന്നുള്ളതാണ്, മനസ്സിലായി? ഇതൊക്കെയല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ടാരങ്ങൾക്ക്. എന്നിട്ട് ഇവൻ പിന്നെ അങ്ങ് സംസാരിച്ചു തുടങ്ങി. ഈ രണ്ടാമത്തെ ഭർത്താവ് സംസാരിച്ച് തുടങ്ങി ഭയങ്കര ഇതായിട്ട് എല്ലാവരുടെ അടുത്തും. കാരണം കൈവിട്ട് പോകുമ്പോൾ അവൻ്റെ സൈഡിൽ കയറിയ ആൾക്കാരിരിക്കട്ടെ, കഴിവ് കെട്ടവന്മാരെന്ന് പറഞ്ഞാൽ കഴിവ് കെട്ടവന്മാർ. ഇവരുടെ കൂടെയൊക്കെ ഏതെങ്കിലും പെണ്ണ് വസിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുഡ് ക്വാളിറ്റി എങ്കിലും തരണം. ഇത് കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒന്നുമില്ല. അവന്മാരുടെ തോന്നിയാസത്തിന് എന്തായാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ലായിരുന്നു. ഇത് ജനങ്ങൾക്കറിയാമോ? എൻ്റെ കൊച്ചിനെയൊക്കെ ഇല്ലായ്മ. ഞാനെന്ന് പറഞ്ഞാൽ മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ എൻ്റെ കുട്ടികളെ, കാരണം എനിക്ക് അങ്ങനെ ഒരു ജീവിതം ഇല്ലെന്ന് വിചാരിച്ചാൽ എനിക്ക് 2 കുട്ടികളെ കിട്ടുമ്പോൾ ദൈവമേ സൗഭാഗ്യം തരുന്നല്ലോ ദൈവം എന്ന് പറഞ്ഞാണ് ഞാൻ അവരിത് ചെയ്തത്. എൻ്റെ വീട്ടുകാരും കൂടെ നല്ല നൈസായിട്ട് കൊച്ചിനെ എടുത്തു മാറ്റാൻ അവർക്ക് 100 ആയിരുന്നു. എൻ്റെ അപ്പനെന്ന് പറയുന്ന അപ്പനാണെങ്കിൽ ആ ഒരാൾ അമ്മയെ പൊന്നുപോലെ നോക്കി. ശരിയാണ്, ആ ഒരാൾ ഒരു കുഞ്ഞിനെ പോലെ അമ്മയെ പരിപാലിച്ചത് കൊണ്ട്, ഒരു കുഞ്ഞുമാവയെ പോലെ അവർ അതിൻ്റെ അഹങ്കാരം കാണിക്കുന്നുണ്ട്. ഇല്ലയെന്ന് നാട്ടിലുള്ള സ്വന്തക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പം ചേർന്നിരിക്കുന്ന അവരുടെ ചേട്ടത്തി, ഇതിനെല്ലാം ചേട്ടത്തി എന്ന് പറയുന്നത് കുടുംബം കുളമാക്കാനായിട്ട് ഇരിക്കുന്ന ഒരു ആളാണ്. അവരവരെ മക്കളെയും ചെറുമക്കളെയും മാത്രമേ അവർ ഇത് ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലാവരും കുളമാണെന്ന് ആഗ്രഹിക്കുന്ന അഭിനേത്രിയാണ്. ഞാൻ ഇതെല്ലാം പറയും. ചേട്ടത്തിൻ്റെ മോൾ അവരെ കൊല്ലാനായിട്ട് നടന്നവളാണ്. ഇപ്പം ചേർന്നിരിക്കുക എല്ലാവരും. ചേരട്ടെ. അതുപോലെ തന്നെ അപ്പച്ചിയുടെ മക്കളെന്നൊക്കെ പറയുന്നത് അമ്മാവി എന്ന് പറഞ്ഞ് ഭയങ്കര മരിപ്പായിരുന്നു. അമ്മാവ് മരിച്ചതോടുകൂടി അവർ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പിന്നെ അമ്മാവി വലിഞ്ഞു കയറുന്നതെന്നും അമ്മാവി വൃത്തികെട്ടുള്ളതെന്നും ഒക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എൻ്റെ കൂടെ സംസാരിക്കാൻ ഇടയായ എൻ്റെ കൂടെ 2 വള്ളത്തിനും കൂടെ ചവിട്ടി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ആ പേരുകളൊക്കെ തന്നെ കാണേണ്ടി വന്നില്ല. ദൈവം എന്നെ കാണിച്ചല്ലോ. എനിക്ക് ഇതേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എനിക്ക് ഇവരൊക്കെ ഞാൻ എൻ്റെ അമ്മയടുത്ത് പറഞ്ഞിട്ട് 2 വശക്കാരെയും നിങ്ങളിപ്പം പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ, സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാം, ഇതെല്ലാം പണം കാണുന്നിടത്ത് വീഴുന്ന ആൾക്കാരാണ്, മനസ്സിലായോ? ഇതെനിക്ക് എൻ്റെ ലോകത്തോട് വിളിച്ച് പറയണം. അല്ലാതെ ചുമ്മാ ഞാൻ പൊട്ടി അലവരാതിയല്ല. ഞാൻ നിൻ്റെയൊക്കെ കണക്ക് ഷോ കാണിക്കുന്ന ആളുകളില്ല അല്ല. എൻ്റെ കുഞ്ഞിനെല്ലാം സത്യങ്ങളും അറിയാം. അവൻ എൻ്റെ അടുത്തെല്ലാം പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളടുത്ത് അവൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അവൻ പറയുന്ന ഭാഷ. പക്ഷേ അവന് എല്ലാം മനസ്സിലായ കാര്യമാണ്, അറിയോ? അയൽവാസികളെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മക്കളെ നോക്കാൻ വയ്യാഞ്ഞിട്ട് അവരെ മക്കൾ മരിച്ചു പോകുന്നതിന് ഞാനും എൻ്റെ കൊച്ചു എന്ത് പിഴച്ച് അവരെ വല്ല ഇത് ചെയ്യാനായിട്ട് ഞാൻ ചെന്ന് അവർക്ക് അസൂയ. ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് എൻ്റെ വീട്ടുകാർക്കും അയൽവാസികൾക്കും ബാക്കിയുള്ളവർക്ക് അസൂയ. അതിന് ഞാൻ എന്താ ചെയ്യാൻ? ഞാൻ ഭാവിയിലേക്ക് കണ്ട വരുമാനത്തിൻ്റെ ഒരു മാർഗ്ഗമാണത്. അത് എൻ്റെ കൊച്ചു ഒറ്റപ്പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ജീവിക്കാൻ അത് നീയൊക്കെ തൊലിക്കുമോ? എനിക്കോ എൻ്റെ കൊച്ചിനോ? ഇല്ലല്ലോ.
നീയൊക്കെ എൻ്റെ വല്ല കാര്യത്തിലുണ്ടോ? ഇല്ലല്ലോ. ഈ ഒറ്റപ്പെട്ടപ്പോൾ വാതിൽ കൊട്ടി അടച്ചവരാണ് ഈ അയൽവാസികൾ. അതിൽ ഈ കാക്കോട്ട മുന്നേ ഉള്ള ഒരുത്തി കിടന്ന് കാണിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. അവളെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ അവളാണ് വേറെ രീതിയിൽ ഇവരുമായിട്ട് കിടന്ന് കളിക്കുന്നത്, ഈ മറ്റേ ടീമുമായിട്ട്, അയൽവാസിയുമായിട്ട്. ആ അയൽവാസിയുടെ വിഷയമേ ഞാൻ പറയുന്നില്ല, എനിക്ക് അതല്ല വിഷയം. അവരെ കൊണ്ട് ഇത്രയൊക്കെ എൻ്റെ വീട്ടുകാർ കളിപ്പിച്ചല്ലോ എന്നുള്ളതാണ്. ഇരിക്കുന്ന കൊമ്പ് വെട്ടരുത്, മനസ്സിലായ? അതുപോലെ തന്നെ ഞാൻ ഊഞ്ചാളിയല്ല. നിൻ്റെയൊക്കെ പ്രതി ഞാൻ ആകെ വേദനിച്ച് നരകിച്ച് ചത്ത് കഴിയണം. എൻ്റെ കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യമാണ് ഇവളൊക്കെ ഈ ചെയ്യുന്നത്, മനസ്സിലായ? മിണ്ടാതിരിക്കണം. പിന്നൊരു കാലത്ത് നിൻ്റെയൊക്കെ മക്കൾക്കൊരു ദുർവിധി വന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതെൻ്റെ മുമ്പിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ ഓരോന്ന്. ദൈവം, അതുകൊണ്ട് ഇനിയെങ്കിലും അടങ്ങി നിൽക്കണം. അവനവൻ്റെ വീട്ടിലെ കാര്യം അവനവൻ്റെ വീട്ടിലാണ്. അഥവാ എൻ്റെ വീട്ടുകാർ തൊലിക്കാൻ നിന്നാൽ പറയണം, നിങ്ങളുടെ വീട്ടിലെ കാര്യമാണ് നമുക്കറിയത്തില്ല എന്നൊറ്റ വാക്ക് മതിയില്ല. ഞാൻ ആരെയും വിശ്വസിച്ച് ഇടപെടത്തില്ല. പക്ഷേ എനിക്ക് തന്നെ ഇങ്ങനെ തിരിച്ചടികൾ കിട്ടില്ല. എൻ്റെ കഴിവുകളാണ് ഞാൻ അതിനകത്ത് ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ എൻ്റെ യൂട്യൂബ് ഈ നാശങ്ങളെ പ്രതി ക്ഷയിച്ചൊന്നും പോയിട്ടില്ല. ഞാൻ കൊണ്ടുവരും, പുറത്ത് കൊണ്ടുവരും. എനിക്ക് അതിനുള്ള കഴിവുമുണ്ട്. ദൈവം എന്നെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്. ദൈവം എനിക്കൊരു മെസ്സേജും തന്നെ, നീ പേടിക്കണ്ട, ഈ അലവലാദികൾ കിടന്ന് പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കും, നിന്നെ ബാധിക്കുന്ന വിഷയമല്ല അതെന്ന്. അതെനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ കഴിവുകളെ മൊത്തം മാറ്റിയ ഒരാളാണ് എൻ്റെ തന്ത എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന് ഭയങ്കര അസൂയായിരുന്നു എൻ്റെ അടുത്ത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള സ്ത്രീകൾക്കും എൻ്റെ അടുത്ത് ഭയങ്കര അസൂയായിരുന്നു. മനസ്സിലായല്ലോ? ഇപ്പം അത് അയൽക്കാർ പഠിച്ചു പാടുന്നു, മനസ്സിലായ? സ്വന്തക്കാരെ പിന്നെ നോക്കണ്ട, പണം കിടക്കുന്നിടത്ത് വിടത്തേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ എനിക്ക് പറയാൻ കഴിവുണ്ടെങ്കിൽ ഞാൻ ഊച്ചാളി കണക്ക് കിടന്നതല്ല, അറിയോ? എന്നിട്ട് ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞതാണ്, അവരെ പിടിവിട്ട് കിടക്കുന്ന കണക്കാണ്. അവർ പറഞ്ഞാണ് എന്തെന്ന്, കഞ്ചാവ് വലിക്കുന്നത്. അത് കണ്ടുപിടിക്കണമല്ലോ അവൻ്റെ കഞ്ചാവ്. അതുപോലെ തന്നെ ഈ രണ്ടമ്മമാർക്കും ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. ഇതൊന്നും പുറത്ത് വിടത്തില്ല, ചെയ്യേണ്ട എല്ലാം ചെയ്തല്ലോ. അതുകൊണ്ട് പിന്നെ എൻ്റെ വീട്ടുകാരുടെ ചേർന്നവൻ ചീറ്റിങ് എനർജി കാണിച്ചു. ഇത് കണ്ടത് അയൽവാസികളാണ്, മനസ്സിലായല്ല? എല്ലാം കഴിഞ്ഞിട്ട് വായി വിരലിട്ടുണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, മനസ്സിലായ? എൻ്റെ ഈ മൂത്ത കുഞ്ഞിനെ വരെ കൊല്ലാനിരുന്ന ആൾക്കാരാണ് എൻ്റെ അമ്മയും ബാധ്യത ഓർത്ത് ബാക്കിയുള്ളവരും, അറിയോ? രണ്ടാമത്തെ കുഞ്ഞ് പോയപ്പോൾ അവർ അതീവ സന്തോഷത്തോടെ പറഞ്ഞു, കള പൈസയുടെ പേരിൽ കള എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ വേറെ ആൾക്കാരും ഉണ്ട്. അവരെപ്പോലെ സ്വന്തം കൊച്ചിന് ഓരോ മുടന്തന്യായം പറഞ്ഞ് ഇല്ലായ്മ ചെയ്ത് കളഞ്ഞവളല്ല, അത് തനിയെ എൻ്റെ നിന്ന് പോയതാണ് ഈ നാശങ്ങൾ അതും ഇതും ചെയ്തിട്ട്. അപ്പോൾ അത്ര വൃത്തികെട്ടവരാണ് എൻ്റെ വീട്ടുകാർ, മനസ്സിലായ? അതുകൊണ്ടാണ് ഈ യവന്മാരും വൃത്തികെട്ടവർ, മനസ്സിലായില്ലേ? ഇത്രയൊക്കെ കാണിച്ചത്. ഒരു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ സ്വന്തം ചോരയെ പറയുമ്പോൾ സാധാരണ ഗതിയിലുള്ള തന്തമാർ നല്ലപോലെ സ്നേഹിക്കുന്നവരാണെങ്കിൽ സ്നേഹിച്ചിരിക്കും. ഇതങ്ങനല്ല. പണം വന്നപ്പോൾ ലോകം മുടിയുകയും ചെയ്ത്, പണം കൊണ്ട് പല യൂസസും ഉണ്ട്, അറിയാമോ? ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ലോകത്തോട് വിളിച്ച് പറയേണ്ടത്. അതുകൊണ്ട് നിയമവശക്കാരായാലും ആരായാലും ഇതൊന്ന് കേൾക്കണം, ഇതിൻ്റെ നടപടി എങ്ങോട്ട് പോയെന്ന്. ഒരിക്കലും പണം നോക്കി സ്നേഹിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്കൊന്നും ഇല്ലായ്മയിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് ദൈവം എല്ലാം അറിയുന്നതാണ്, ഈ പ്രകൃതി എമ്പാടെ അറിയുന്ന കാര്യമാണ്. ഇന്നലെ ആ ഒരു കോളിളക്കം സൃഷ്ടിച്ചതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു. പ്രകൃതി, അവൻ സബ് ഇൻസ്പെക്ടർ, അവൻ്റെ അമ്മയുടെ 28 സബ് ഇൻസ്പെക്ടർ എന്നവൻ. എന്നിട്ട് അവൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രംഗത്ത് പാടാ, നേരിട്ട് വന്നി. എന്നിട്ട് ഞാൻ സ്റ്റേഷനുകളിലെല്ലാം വിളിച്ചു ചോദിച്ചപ്പോൾ അത് കള്ളത്തരമായിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞു. അങ്ങനൊരു നമ്പരില്ലെന്ന്. പിന്നെ ഈ നെയ്ബേഴ്സ് കാണിക്കുന്ന ക്രൂരതയാണത്. ഞാൻ ട്രൂ കോളറിലൊന്നും കാണുന്നില്ലെന്നാണ് വിചാരം. ഞാൻ കാണുന്നുണ്ട്. വല്യമ്മച്ചി എന്നും പറഞ്ഞ് മിനിങ്ങാതൊരു കോൾ വന്നു. അത് കഴിഞ്ഞൊരു കള്ളുകൂടിയും വിളിച്ചു. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വിട്ടു. ഇതാണ് ഇതിലെ സത്യങ്ങൾ, മനസ്സിലായ? ലവൻ രണ്ടാമത്തവൻ മൂത്തതെന്നൊക്കെ ആയിപ്പോന്നു. ആദ്യം ഞാൻ കല്യാണം കഴിച്ച വീട്ടിലും പ്രാന്തിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അതെൻ്റെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഈ പ്രാന്തന്മാരെ കെട്ടിക്കഴിഞ്ഞാലേ അങ്ങനെയാണല്ലോ. രണ്ടാമത് കെട്ടിയവൻ്റെ വീട്ടിലെ പെങ്ങളെടുത്ത് സംസാരിക്കുമ്പോഴേ അറിയാൻ പറ്റും അവൾ എന്താണെന്ന്. അവൾക്ക് പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് ജോലി ഉള്ളതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡി അഡിക്ഷൻ സെൻറ്റർ കാവനാട് പോയി അന്വേഷിച്ചാൽ അവളുടെ തനിനിറം അറിയും. ഇവൻ അവിടെ എന്നെ കൊണ്ടുപോകത്തില്ലായിരുന്നു. എന്നിട്ട് പെങ്ങൾക്ക് അതായതുകൊണ്ട് മിണ്ടരുതേ നീ എന്നും പറഞ്ഞ് അവിടെ കയറ്റിയിട്ട് എനിക്ക് ചാൻസും തപ്പി നടക്കാതെ നിർത്തി എൻ്റെ വീട്ടുകാർ ബാധ്യതയെ ഓർത്ത് അങ്ങനെയൊക്കെ അങ്ങ് വച്ച് കെട്ടിക്കൊടുത്തു, മനസ്സിലായ? ഇപ്പോൾ വീട്ടുകാർക്ക് ഒപ്പ് മേടിക്കണ്ടേ? എൻ്റെ പേരിലാണ് വീടെങ്കിൽ എന്തുകൊണ്ട് ആധാരത്തിൻ്റെ ഒറിജിനൽ അമ്മ കാണിക്കുന്നില്ല? അതിൻ്റെ പേരിലാണ് അവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. 2, കോപ്പി മാത്രം എടുത്ത് കാണിച്ചിട്ടങ്ങ് തിരിച്ചെടുക്കും. ഇവരെ മകളാണെങ്കിൽ ഇവർ പറയാൻ പറ. അല്ലെങ്കിൽ ഇവർ ഒരു സ്ഥലത്ത് പോയിട്ട് ഇതിൻ്റെയൊക്കെ അന്വേഷണത്തിനായിട്ട് ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴേ എൻ്റെ സത്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തണമെന്ന് തോന്നി. വെറുതെ ഊച്ചാളിയായിട്ട് ഇരിക്കുകയല്ല. നിങ്ങളുടെ പൊട്ടത്തരത്തിന് കളിക്കാൻ നിൽക്കുന്ന ആളല്ല ഞാൻ. ഇത് അറിയാവുന്ന ബുദ്ധി ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരാരും ഇതിനകത്ത് ഇടപെടത്തില്ലെന്നുള്ളതേ ഉള്ളൂ. കാരണം അവരെയൊക്കെ തല കൊണ്ടുവന്ന് ഇവിടെ വെക്കത്തില്ല. കാര്യങ്ങളെല്ലാം അറിയാവുന്നവരുണ്ട്, നല്ല ദേഷ്യമുള്ളവരും അതിനകത്തുണ്ട്. എന്തിനാണ് നിന്നെ ഇങ്ങനെ ഇട്ട്
അറിയോ? എൻ്റെ കൂടെ ചേർന്നിരുന്നവരെ വരെ ഈ അയൽവാസികൾ എടുത്തു മാറ്റി. മാറുന്നവർ മാറട്ട്, ഒരു പട്ടി പോലും ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം. ഇതാണ് കേട്ടോ പവർ, മനസ്സിലായ? അതാണ് എൻ്റെ കൊച്ചു പറയുന്നത്, എൻ്റെ അമ്മ സൂപ്പറാണ്, പവർഫുള്ളാണെന്ന്. ഇതെന്തുകൊണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ചില റയർ ആൾക്കാരും പറയാറുണ്ട്. എനിക്ക് അവരുടെ സർട്ടിഫിക്കറ്റും വേണ്ട, എൻ്റെ മോൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. മനസ്സിലായി? എൻ്റെ മോൻ എന്നെ നല്ലോണം അറിയാം, അത് മാത്രം മതി. ദൈവത്തിനറിയാം ഏറ്റവും കൂടുതലായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഇത്രയും വക്രത പിടിച്ച് വെച്ചിരിക്കുന്നവരാണ് ബാക്കി. ഇവനെ ഞാൻ ഡിവോഴ്സ് ചെയ്തല്ലോ. ഈ ആദ്യത്താണെങ്കിലും രണ്ടാമത്താണെങ്കിലും ഡിവോഴ്സ് ചെയ്തു. പക്ഷേ ഇവന്മാരൊന്നും പോത്തില്ലായിരുന്നു. സ്വത്ത് കണ്ടിട്ട് പോകാനിരുന്നവരല്ല രണ്ടവന്മാരും. ആദ്യത്തതും പോത്തില്ലായിരുന്നു. ഇവൻ പോയതെങ്ങനെയെന്ന് പറഞ്ഞ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തരുന്നില്ല. രണ്ടാമത്തത്, നീ എനിക്ക് ഒന്നും തരണ്ട, ഇത്രയും ക്രൂരൻ, പിരിഞ്ഞു പോകൂ. പിന്നെ കൊച്ച് നിൻ്റെതാണെങ്കിൽ, കാരണം നിൻ്റെ പെങ്ങളോ അലവലാത്തരം മൊത്തം പറയുന്നുണ്ടല്ലോ നീയും. അപ്പം നിൻ്റെ അമ്മയും നിൻ്റെ കുടുംബക്കാരും ആ ബന്ധത്തിൽ നിന്ന് ചെന്ന് ആരും ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം ബാഡ് എഫക്റ്റാണ് ആൾക്കാർ. കാരണം ഇനി ഒരു മക്കൾക്കൊരു ഗതിയും വരരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ആര് തെറ്റ് കണ്ടാലും അത് പ്രതികരിക്കും, അറിയാവോ? അത്ര കള്ളം വെച്ച് പെരുമാറുന്ന ഇവളെയൊക്കെ കണക്കും ഇവൻ്റെയൊക്കെ കണക്കും അല്ല ഞാൻ. അതൊരു വ്യത്യാസമുണ്ട്. എനിക്ക് ഇത്രയും നാൾ തുറക്കാൻ പറ്റാതെ എൻ്റെ അപ്പനെ പ്രതിയാണ്. അമ്മ ഒന്നുമില്ലെങ്കിലും 15 വയസ്സ് വരെ സ്നേഹിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് സഹോദരിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് അവരില്ല. അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അപ്പനങ്ങ് മാറ്റി. ഇത് അറിയാവുന്ന സത്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പൻ പുറത്തിറങ്ങിയ പാവയാണ്. ഈ ഗൾഫിൽ ജോലി ചെയ്ത ആളൊക്കെ തന്നെ ശരിയാണ്. പക്ഷേ വേർതിരിച്ച് കണ്ടിട്ടല്ല സ്നേഹം പാടി കിടക്കേണ്ടത്. സ്നേഹം എന്ന് പറഞ്ഞ ആ സാധനത്തിൽ ഇല്ലായിരുന്നു, അറിയാമോ? അമ്മയെ ഇത്ര വഷളാക്കിയത് ആണ്. അമ്മയോട് എനിക്കൊരു കാര്യം ഉള്ളത്, എൻ്റെ കുഞ്ഞിനെ ചങ്കും കരളും കൊടുത്താണ് ഞാൻ വളർത്തുന്നത് 4 വയസ്സ് വരെ. നിങ്ങൾ എന്നെ നോക്കിയിട്ടുണ്ടോ കൊച്ചിൽ? വല്ല അമ്മാച്ചൻ്റെ മക്കളെടുത്തും അവിടെ ഇവിടെയും കൊണ്ടങ്ങിടും. സത്യമല്ലേ? ഇതറിയാവുന്നവരില്ലേ? ഇനി ആരും ഒട്ടും മിണ്ടത്തില്ല. എല്ലാ സത്യങ്ങളും പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു. മിണ്ടണ്ട, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിനകത്തെ കാര്യം. എന്നെക്കൊണ്ട് വീണ്ടും പറയിക്കുന്നതല്ലേ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം, നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത് തന്നില്ലേലും കുഴപ്പമില്ല, എൻ്റെ സാധനങ്ങൾ അവിടെ നിന്ന് എനിക്ക് വന്നെടുക്കണം. അതിൻ്റെ പെർമിഷൻ എനിക്ക് തരണം. ഞാനും എൻ്റെ കൊച്ചു എത്ര ആൾക്കാർ വഴിതെറ്റി ജീവിക്കുന്നു. ഇവന്മാരും ഒക്കെ വഴിതെറ്റി ജീവിക്കുന്നവർ കൂടെയാണ്. ഒരു ചാൻസ് കിട്ടിയാൽ വഴിതെറ്റി പോകുന്നവരാണ്. ഞാനതല്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കുടുംബത്തുള്ള പുരുഷന്മാരും വൃത്തിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം അവരെയൊക്കെ വീട്ടിൽ പെണ്ണുങ്ങളില്ലാത്തതല്ലേ. ഞാൻ ഊഞ്ചാളിയല്ല. കാരണം ഭർത്താവില്ലെന്നും പറഞ്ഞ് ഭർത്താവിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ആരെയും വിളിച്ചിട്ടില്ല. അതിന് ഞാനിപ്പം സമാധാനപരമായി ആത്മീയമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് അതിപ്പോൾ വരത്തില്ല. കാരണം എനിക്ക് ഈ അലവലാദികളെ എൻ്റെ ഇതിൽ നിന്ന് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷമേ എനിക്ക് ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കൂ ഞാൻ മാരേജിലേക്ക് വരത്തുള്ളൂ. മനസ്സിലായ? അല്ലാതെ ഞാൻ വരേണ്ട കാര്യം എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പോൾ ഭർത്താവില്ലാത്തവരല്ല, അത് വേണമായിരിക്കും. നിൻ്റെയൊക്കെ കണക്ക് പിടിവിട്ട് കിടക്കുകയല്ല ഞാൻ. എനിക്ക് ഒരു കാലത്തുണ്ടായിരുന്നത്, എനിക്ക് പങ്കാളികളുള്ളപ്പം തോന്നിയിരുന്നു, ഇഷ്ടമായിരുന്നു. പക്ഷേ എന്നെ മനഃപൂർവ്വം തേജോവധം ചെയ്ത് നശിപ്പിക്കുന്നതല്ലേ ചെയ്തത്. എന്നിട്ട് ഞാൻ അവിടെ നിന്നെല്ലാം പിടിച്ച് കയറി വരുന്ന ഒരാളാണ് ഞാൻ. ഇവരെനിക്ക് തരുന്നില്ലെങ്കിൽ ഫ്രീ ആയിട്ട് എന്നെ വിടുക. എൻ്റെ കൊച്ചിനെ എനിക്ക് നോക്കാനറിയാം. അപ്പനും അമ്മയും കൂടെയാണ്. കൊച്ചിൻ്റെ പപ്പായാണ് ഞാൻ. പപ്പ എന്നാണ് അവൻ എന്നെ വിളിക്കുന്നത്. കാരണം കഴിവുള്ളതുകൊണ്ട്. മനസ്സിലായില്ലേ? അറിയാം. അമ്മ എൻ്റെതാണെങ്കിൽ അവർ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇച്ചിരി ആണെങ്കിൽ, കാരണം ഞങ്ങൾക്ക് കിടക്കാനൊരിടം വേണമല്ലോ. അവർ ഇപ്പം ഉപേക്ഷിച്ച് നാറികൾക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുകയാണ് അയലത്ത്. അറിയാം. അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അവളെ ബ്ലാക്ക് മെയിലിംഗ് മെസ്സേജിനകത്തുണ്ടായിരുന്നു എൻ്റെ അതിനകത്ത്. എൻ്റെ സഹോദരിയുടെ വീടാണ് ഇറങ്ങി കൊടുക്കുക. അവൾക്ക് ഇനി വേറെ വല്ല വീടും കൂടെ വേണോ? അവൾക്ക് ഇഷ്ടം പോലെ പ്രമാണ്ടമുണ്ട്. അവൾ ഇടിച്ചിട്ട് ഭർത്താവിൻ്റെ വീട് കെട്ടി, അത് കെട്ടി, ഇത് കെട്ടി. ഇനി ഇതും കൂടെ വേണോ? എടുത്തു കൊടുക്കാം. എന്തായാലും ശാപം എണ്ണി ഓരോരുത്തരും ഇല്ലാത്തവരും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓർത്ത് വേണം ജീവിക്കാനായിട്ട്. ഞാൻ നിൻ്റെയൊക്കെ വല്ല ഉണ്ടാക്കാൻ വന്നായിരുന്നോ? ഇല്ലല്ല. ഞാനോ കൊച്ചോ വന്നാ? ഇല്ലല്ല. പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്ക്. നിൻ്റെയൊക്കെ പെശര് ദൈവം തീർത്ത് തരും, അത് ഉറപ്പാണ്. ഒരു വിധവയെ പോലെ കഴിയുന്ന ഞാനാണ്. വിധവയെ പോലെ കൊച്ചിനെ കൊണ്ട് ഹൈപ്പർ ആക്റ്റീവ് ആക്കി എൻ്റെ കൊച്ചിനെ നിങ്ങളൊക്കെ കൂടി. പക്ഷേ അവനെ ഹൈപ്പർ ആക്റ്റീവ് നിന്ന് മാറ്റിക്കൊണ്ടുവന്ന ഒരു തള്ളയാണ് ഞാൻ. എനിക്ക് കഴിവില്ലെങ്കിലോ എനിക്ക് പിടിവിട്ട് കിടക്കുന്നെങ്കിൽ ഞാൻ ഇത്രയൊന്നും ചെയ്യത്തില്ല. മാത്രമല്ല എൻ്റെ അപ്പൻ പൊന്നാരിച്ച് അങ്ങേര് നോക്കി എൻ്റെ കൂലി കിട്ടുന്നുണ്ട് ഇവിടെ. പൊന്നാരിച്ച് നോക്കിയ തള്ള കൊച്ചു പാവയാണ് ഇപ്പോഴും. എല്ലാ ആൾക്കാരും സ്വന്തക്കാരും പറയുന്നുണ്ടല്ലോ, ആ കൊച്ചു പാവ സ്വന്തം അമ്മയെ എത്രമാത്രം പീഡിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അവർ ഭാഗ്യവതിയല്ലേ? ഭാഗ്യവതി തന്നെ. അവരെ കയ്യിരിപ്പിന് ഇതൊന്നും അല്ല അവരുടെ അടുത്ത് പ്രവർത്തിക്കേണ്ടത്. സ്വന്തം അമ്മയുടെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൊച്ചിൻ്റെ കൂടെ. എൻ്റെ കൊച്ചി ഇന്നലെയും ഉറക്കത്തിൽ നിന്നിട്ട് പറയുന്നു ആ മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് അമ്മ പറയുന്നുണ്ടെന്ന്. എപ്പോഴും പറയുമോ അത്. അവൻ ആ ആത്മാവ് അവനും കിട്ടുന്നുണ്ട്.
എനിക്കും കിട്ടുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് മരിച്ചുപോയ എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവും ആ കുഞ്ഞിന് ഞാൻ എൻ്റെ അമ്മയുടെ പേര് തന്നെയാണ് ഞാൻ ഇട്ടത്. അവരൊരു സാധു സ്ത്രീയായിരുന്നു. അവരെ ഇനി ഈ മോള് പെടുത്താനൊന്നുമില്ല. മറ്റുള്ള മക്കൾ പെടുത്തിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതും ഈ ചോരയാണല്ലോ ഉണ്ടാകണം. മനസ്സിലായ? ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാം. എന്നെ ഇട്ട് നിരന്തരം ഇട്ട് ഇതിൽ നിന്ന് ലീഗലി വിളിക്കുക. മറ്റേ മാങ്ങ ചക്ക ഈ വിളിക്കുന്നവന്മാർക്ക് ABCD അറിവ് പോലും ഉണ്ടോയെന്നറിയത്തില്ല. ഈ വിളിക്കുന്നവന്മാർക്കും ഈ ലീഗലി ആണെങ്കിൽ നേരിട്ട് ഞാൻ കാണാം. അറിയാമോ? ഇവളൊക്കെ പല പേരുകൾ ഉപയോഗിച്ചും പല സിമ്മുകൾ ഉപയോഗിച്ചും പല ആണുങ്ങളെ കൂട്ടുപിടിച്ച് സെൻറ്ററിൽ നിന്ന് സിമ്മൊക്കെ എടുത്തിട്ട് വന്ന് വല്യമ്മച്ചി എന്താണ്ടൊക്കെ വൃത്തികെട്ട പേരുകളാണോ അതെല്ലാം എന്നിട്ട് എൻ്റെ നമ്പേഴ്സ് മിസ്യൂസ് ചെയ്തു ഈ അയൽക്കാർ. ലോകം മൊത്തം എഴുതി വച്ചിരിക്കുന്നു. അത്രയൊക്കെ ചെയ്തിട്ട് നാണം മനമുണ്ട്. പോയി നിങ്ങൾ ചത്ത് കളയണ്ടല്ലോ, ദൈവം തന്നെ അതിനുള്ള കൂലി തരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. നിൻ്റെയൊക്കെ കണക്ക് ഊച്ചാളിയല്ല ഞാൻ, കേട്ടോ. അത് ദൈവം പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് കഴിവ് ആരുടെ മിണ്ടാതെ നടന്നൊന്നുമല്ല പണ്ട്. എനിക്ക് അത്രേ വീട്ടിൽ പറ്റുള്ളൂ. വീട്ടിൽ ഇതറിയാവുന്ന ആളുണ്ട്. പക്ഷേ ഇപ്പം ഒറ്റപ്പെട്ടവരുടെ കൂടെ ഒന്നും ആരും നിൽക്കത്തില്ലെന്നേ. ഒറ്റപ്പെട്ടവരുടെ കൂടെ ആരും നിൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ, കേട്ടോ, അവരെ എനിക്ക് വേണ്ടല്ലോ. ഞാൻ ധൈര്യശാലി. എന്നെ നിങ്ങളൊക്കെ കൂടി ഒരു ഗുണം എനിക്ക് കിട്ടി. ഇച്ചിരി കഷ്ടത അനുഭവിച്ചെങ്കിലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. എൻ്റെ പല കഴിവുകളെയും ഇല്ലാതാക്കുന്ന ഒരാളായിരുന്നു എൻ്റെ തന്തയെന്ന് പറയുന്നത്. കാരണം അയൽവാസിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നിൻ്റെ തന്ത അതാണോ എന്ന് അമ്മയ്ക്ക് തന്നെ അറിയത്തില്ലെന്ന്. അപ്പോൾ ഞാനും പറഞ്ഞു, നിനക്ക് തന്തയുണ്ടോടി? അങ്ങനെയാണ് അങ്ങോട്ട് തിരിച്ച് പറഞ്ഞത്, കേട്ടോ. ഇതാണ് അവസ്ഥ. കാരണം അങ്ങനെയാണല്ലോ ഇപ്പം മുരളി ജയൻ്റെ അവകാശം അയാൾക്കാണ്, വേറെ സ്വത്തൊന്നും വേണ്ട, ഒന്നും ഞാൻ അതല്ലല്ലോ ചോദിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ അവകാശം അതിന് കുടുംബക്കാരെ അവകാശം കൊടുക്കുന്നത്. കാരണം ഒരു മകനാണോ അവകാശം, അതോ അനിയൻ്റെ മക്കൾക്കാണോ അവകാശം? അത് ആ കുടുംബക്കാരുടെ വാശിയല്ലേ. അയാൾ എല്ലാം ചെയ്യാൻ റെഡിയാണ്. അയാളിൽ കള്ളത്തരം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് പറയുന്ന കള്ളമാണെങ്കിലോ അയാൾ അതിനുള്ള അവകാശം ചോദിക്കത്തില്ല. അതൊക്കെ അവരുടെ കാര്യം, ശരി, ആയിക്കോട്ടെ. പക്ഷേ എനിക്കും ഇപ്പോൾ അതിലേക്ക് വരുവാണല്ലോ സംഗതി. അതുകൊണ്ട് മക്കൾ കളിക്ക്. ഇനി എൻ്റെ അടുത്ത് പലരും പറഞ്ഞ് ഈ നമ്പരൊന്ന് മാറ്റാൻ പറ്റുന്നു. പക്ഷേ എൻ്റെ എല്ലായിടും ലിങ്ക് ചെയ്തിട്ടിരിക്കുന്ന നമ്പർ ഇതാണ്. ഈ ഉച്ചാളികൾക്ക് വേണ്ടി നമ്പർ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ശക്തി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്പർ മാറ്റുന്നത്, കേട്ടല്ലോ. ഇതാണ് സത്യങ്ങൾ, അറിയാവോ? ഇതാണ്. ഇനി അവർ വല്ലതും തൊലിക്കാൻ പറ്റുന്നെങ്കിൽ ഇങ്ങ് തൊലിക്കട്ടെ. മനസ്സിലായ? എന്നെക്കൊണ്ട് ഇനി പറയാൻ പറ്റാത്തൊന്നും പറയിക്കരുത്. അയൽവാസി ഒരു പൂരത്തെറി വിളിച്ചിട്ട് അതിന് കൂട്ടുനിന്ന പോലീസുകാർ അവരുടെ പഴയ ഫാമിലി ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കാൻ പറ. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് വൃത്തി കിടന്ന് കളിക്കുന്ന അവളുടെ അമ്മയുടെ മരിച്ചതിൻ്റെയൊക്കെ എടുത്ത് നോക്കാൻ പറ. അപ്പോൾ അറിയാം. അവരുടെ ബ്ലാക്ക് മെയിലിംഗ് മെസ്സേജൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ടല്ലോ. ഞാൻ എടുത്ത് കാണിക്കാം.